മേക്കപ്പ് റിമൂവൽ ഒരു ഇമോഷനാണ്. മേക്കപ്പ് ഇടുമ്പോൾ ഉള്ളതുപോലെ തന്നെ മേക്കപ്പ് ഇടുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ടെൻഷനും, ഇനി എന്താ അടുത്ത ഒരു 2-3 മണിക്കൂറത്തേക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആലോചനയൊക്കെ ആണെങ്കിൽ മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഗുരുവായൂർ പെർഫോം കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരുപാട് നാളായിട്ട് ഡ്രാഫ്റ്റ് കിടക്കുന്നൊരു വീഡിയോ ഇത്. എന്തൊക്കെയോ തിരക്കുകൾ കാരണം എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് വന്നത്. പ്രോഗ്രാം കഴിഞ്ഞ് നേരെ റൂമിലെത്തിയിട്ടുള്ള കലാപരിപാടികളാണ് ഈ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്നത്. റൂമിൽ അമ്മ, പപ്പ, ശിഖ, നിതീഷ് എല്ലാവരും ഉണ്ടായിരുന്നു. പൊന്നുമാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. ഈ ഓർണമെൻറ്റ്സും മേക്കപ്പും എല്ലാം കണ്ടിട്ട് ഏറ്റവും ഹാപ്പി ആയതും പൊന്നു തന്നെയായിരുന്നു കേട്ടോ. പിന്നെമ്പോ ഗുരുവായൂർ പ്രോഗ്രാം ഉണ്ട് പോകണം എന്നുമ്പോനോട് പറഞ്ഞല്ലാണ്ട് വേറൊരു എഫേർട്ടും എനിക്കതിലെടുക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ട്രാവൽ ആവട്ടെ, സ്റ്റേ ആവട്ടെ, എന്നെ പിക്ക് ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും അങ്ങനെ എല്ലാം ചെയ്യുന്നത് ഇമ്പോ തന്നെയായിരുന്നു. ഞാൻ കുറേ ഫ്രീ ആയത് ഇമ്പോൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ഇതിനു മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എൻ്റെ കുഞ്ഞിലെ മുതലുള്ള ആഗ്രഹമായിരുന്നു ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണം എന്നുള്ളത്. പക്ഷെ അതിനുള്ളൊരു സാഹചര്യമൊന്നും ആ ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് എൻ്റെ 25ാമത്തെ വയസ്സിലാണ് ഞാൻ ഫസ്റ്റ് കലാശക്തിയിൽ ഡാൻസ് പഠിക്കാൻ പോകുന്നത്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. ഫിസിക്കലിയും മെൻ്റലിയും അത് ആക്ച്വലി എനിക്കൊരു ചലഞ്ച് തന്നെയായിരുന്നു. അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ഡാൻസ് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ലൈഫിലെല്ലാ വീക്ക് മൊമെൻറ്റിലും ഞാൻ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരുന്നത് ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കായിരുന്നു. അപ്പോൾ അത് ആ ഒരു മൊമെൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മൈൻഡ് സ്റ്റേറ്റിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മളെ കൂടുതൽ കാമാക്കുന്നുണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്കുണ്ടായത് ഞാൻ ഈ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമായിരുന്നു. അപ്പം മുതലേ ഉള്ളൊരാഗ്രഹമായിരുന്നു ഈ ഗുരുവായൂർ പെർഫോം ചെയ്യുക എന്നുണ്ടായിരുന്നതും. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, ഫസ്റ്റ് എന്നെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ട് ആക്കുന്നത് മാമ്പോ ആയിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ കൂടെ, രേഷ്മ, രാജ എന്ന് പറഞ്ഞ 2 ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യാൻ ചെന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് വെറ്റിലയും അടക്കയും അതുപോലെ ദക്ഷിണ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തന്നതും എന്നെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തതും മുമ്പായിരുന്നു. അന്ന് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ ആ ഒരു മൊമെൻറ്റിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി നിൽക്കുമ്പോൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ വിഷമം ഉണ്ടാക്കുന്നതായിരുന്നു, കുറേയൊക്കെ സന്തോഷം ഉണ്ടാക്കുന്നതായിരുന്നു. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാകുമെന്ന് എനിക്കന്നും അറിയില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിവേയ്സ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു മൊമെൻറ്റിൽ. ആ ഒരു സിറ്റുവേഷൻസിലും എല്ലാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ എൻ്റെ വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷം എൻ്റെ ഓർണമെൻറ്റ്സും ആ ഒരു ഡ്രസ്സും എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പൊന്നു തന്നെയായിരുന്നു കേട്ടോ. വരച്ച് കഴുകാനാണെങ്കിലും തുടച്ചെടുക്കാനാണെങ്കിലും എല്ലാം. അങ്ങനെ ഫൈനലി എൻ്റെ ആ ഒരു 2 മണിക്കൂർ നേരത്തെ പരിശ്രമം അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.